പവർ സ്റ്റാരിംഗ് ആകുമ്പോൾ ഇവര് ആരും ഗ്രീസ് അടിക്കൂല. പിന്നെ പവർ സ്റ്റാരിംഗ് ടൈറ്റ് ആകുമ്പോൾ ഭർത്താവ് പോകുമ്പോൾ ഭർത്താവ് ഗ്രീസ് അടിച്ചിട്ട് വരിക. അപ്പൊ ഒരു പണി കിട്ടുമ്പോഴേ ആളുകൾ ഇത് പഠിക്കുള്ളൂ. വണ്ടിനെ കുറിച്ച് അറിയാത്ത ആളുകളാണോ കൂടുതൽ ഡ്രൈവർമാർ? എങ്ങനെ വണ്ടി ഒരുവിധ ആൾക്കാരൊന്നും വണ്ടിനെ കുറിച്ച് അറിയില്ല. പഴയ പ്രായമുള്ള ആൾക്കാർക്ക് വണ്ടിനെ കുറിച്ച് അറിയും, അതുപോലെ അടിക്കും. എത്ര വർഷമായി ഗ്രീസ് അടിക്കാൻ തുടങ്ങിയിട്ട് വണ്ടികൾക്കൊക്കെ? 2019 തുടങ്ങിയതാ. ഇത് ഇവിടെ തന്നെയാണ്, ഈ ഏരിയ തന്നെ? സ്വാഗതമാട് കോട്ടക്കൽ വരെ ഭാഗത്ത് വാങ്ങാം. വേറെ ഏതെങ്കിലും ഭാഗത്ത് പോകാറുണ്ടോ? സ്കൂളിൽ വണ്ടികൾക്കൊക്കെ ഗ്രീസ് അടിക്കാം. മോഹനേട്ടന്റെ ഗ്രീസിന്റെ പമ്പാണിത്. വർഷങ്ങളായിട്ട് ഇതാ ഈ ചീരിന്റെ ചോട്ടില് വരുന്ന വണ്ടികൾക്കൊക്കെ ഗ്രീസ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതായത് 100 കിലോമീറ്റർ, ഒരു 1500 കിലോമീറ്റർ ഓടുമ്പോ മസ്റ്റായിട്ട് ഗ്രീസ് അടിച്ചോളണം, അടിക്കണം. 8 ദിവസം കൂടുമ്പോ ഗ്രീസ് അടിക്കാതിരുന്നു കഴിഞ്ഞാല് വണ്ടികൾക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കംപ്ലൈന്റ് വരും. ജോയിന്റിനടിച്ച ജോയിന്റ് കപ്പുസാറും ഇളക്കം വരും. അങ്ങനെയൊക്കെ പാൾട്ടുകൾ വരും. അങ്ങനെ പാൾട്ടുകൾ വന്നാൽ പിന്നെ നമ്മൾ വർഷം പോയിട്ട് സ്പിൻഡിൽ അയക്കുമ്പോഴേ ഗ്രീസ് അടിച്ചപ്പോൾ 5 റുപ്യ കൊടുക്കാൻ വേണ്ടിട്ട് വണ്ടിക്ക് അടിക്കാം. അല്ലാത്ത വർഷമാകുമ്പോൾ സ്പിൻഡിൽ അടിക്കാനേ ഒരു 2 റുപ്യ അടുത്ത് വരും, 2000 അടുത്ത് വരും. പിന്നെ ജോയിന്റ് കപ്പുസാർ മാറ്റിയാൽ സ്റ്റാറിന് 1400-500 കപ്പുസാറിന് വിലണ്ട്. പിന്നെ പണിക്കൂലി വരാകുമ്പോൾ 10-800 അങ്ങനെ വരും. അതാണ് ലാഭം. അപ്പോ ഒരു 10-40 രൂപന്റെ കേസിന് വേണ്ടിട്ട് 2000 മുതൽ 10000 രൂപ വരെ ചെലവാക്കുന്ന പരിപാടികളാണ് എല്ലാ ഡ്രൈവർമാരുടെ അശ്രദ്ധ കാരണം സംഭവിക്കാൻ പോകുന്നത്. ഗ്രീസ് അടിക്കേണ്ട വണ്ടികൾ ഏതൊക്കെയാണ്? ഗ്രീസ് അടിക്കേണ്ടാത്ത വണ്ടികൾ ഏതൊക്കെയാണ്? ഓട്ടോറിക്ഷ മുതല് ബസ് വരെ അടിക്കാം. എല്ലാ വണ്ടിക്കും ഗ്രീസ് അടിക്കാം. പിന്നെ ഇന്നോവയ്ക്ക് അടിക്കാം, പോളിസിക്ക് അടിക്കാം. ഫാൻസി കാറിനുകളൊന്നുമില്ല. ചില വണ്ടിക്ക് പവർ സ്റ്റാരിംഗ് ആവും. പവർ സ്റ്റാരിംഗ് ആകുമ്പോൾ ഇവര് ആരും ഗ്രീസ് അടിക്കൂല. പിന്നെ പവർ സ്റ്റാരിംഗ് ടൈറ്റ് ആകുമ്പോൾ ഭർത്താവ് പോകുമ്പോൾ ഭർത്താവ് ഗ്രീസ് അടിച്ചിട്ട് വരിക. അപ്പൊ ഗ്രീസ് അടിക്കാൻ വന്നാല് നമ്മള് ഗ്രീസ് അടിച്ച് കയറില്ല സ്പിൻഡലിനെ. അപ്പൊ ഞാൻ ഇൻഡസ്ട്രിയിൽ പോവാ, സ്പിൻഡിൽ അയക്കുക, ഭർത്താവ് പോയിട്ട് സ്പിൻഡിൽ അയക്കുക, ഇൻഡസ്ട്രിയിൽ കൊടുക്കുക, പണിയെടുക്കുക, പിന്നെ ഗ്രീസ് അടിച്ചിങ്ങനെ പോവാം. ഇവിടെ അൽമാസിലുണ്ട് ഐസ്ക്രീമിന്റെ മസാലപ്പൊടിന്റെ വണ്ടി നീക്കാന്. അതിന് സ്പിൻഡലിന് വണ്ടി ഗ്രീസ് അടിച്ചിട്ടില്ല. ഇവിടെ ഒന്നും അടിച്ചിട്ട് കേറുന്നില്ല. പിന്നെ അവസാനം സ്പിൻഡിൽ അയച്ചിട്ട് രണ്ടാമത് സ്പിൻഡിൽ അയച്ചിട്ട് അടിച്ചു. അപ്പൊ കാറിൽ തുടങ്ങി. അപ്പൊ കുട്ടികളെന്താ ഇത് പവർ സ്റ്റാരിംഗ് അല്ലേ, അപ്പൊ ഇതിന് ആരും അടിക്കണ്ട, നല്ല ഫ്രീ ആണ്. അപ്പൊ ഫ്രീ ആകുമ്പോഴേ അടിക്കൂല. അപ്പൊ ടൈറ്റ് ആകുമ്പോ ഭർത്താവ് പോകും. ഭർത്താവ് പോകുമ്പോ പോലെ എന്താ ചെയ്യാ, ഇത് ഗ്രീസ് അടിച്ച് കയറി. ഗ്രീസ് അടിക്കാൻ വന്നാൽ ഗ്രീസ് കയറൂല. കപ്പ് സ്റ്റാറിനില്ല. ഇത് ഏതാ മോഡൽ? എങ്ങനെ ജോയിന്റ് ലോക്കും തീർത്താണ് അടിക്കേ. മതി. അടിക്കേ. മതി. അടിക്കാം. മോഹനേട്ടന്റെ ഇത് വലിയൊരു ഉപകാരപ്രദമായ ഒരു വർക്ക്ഷോപ്പിലും നമുക്ക് ഇതിനെ കുറിച്ചൊരു ഡീറ്റെയിൽസ് ശരിക്കും കിട്ടാറില്ല എന്നുള്ളതാണ്. പക്ഷെ കുറെ ആളുകൾക്ക് അജ്ഞത കൊണ്ട് ഫോളോ ചെയ്യുന്നില്ല. വണ്ടി വർക്ക്ഷോപ്പ് കയറുമ്പോഴാണ് ഗ്രീസ് അടിക്കാത്ത കംപ്ലൈന്റ് കൊണ്ടാണ് വയറിങ് പോയത്, ജോയിന്റ് പോയത് എന്നൊക്കെ പറയുന്നത്. ഗ്രീസ് അടിക്കാൻ ഏറ്റവും നല്ലതാണ്. ഗ്രീസ് അടിക്കുന്ന വണ്ടി വെച്ചാല് നമ്മള് 15 ദിവസം കൂടുമ്പോ ഗ്രീസ് അടിക്കാം. അല്ലെങ്കിൽ പല ദോഷങ്ങളും വരും. ഗ്രീസ് ഇല്ലാത്തതുകൊണ്ട് വണ്ടിക്കാർക്ക് അറിയില്ല ഇതിനെ പറ്റിയിട്ട്. ഗ്രീസ് ഇല്ലാഞ്ഞാൽ എന്താ സംഭവിക്കാം, ഒറ്റപ്പാട് വരും. സ്പിൻഡലില്ലാഞ്ഞാൽ ടൈറ്റ് വരും. പഴയ സ്പിൻഡലിൽ ലീവ് സെറ്റ്, ജോയിന്റ്, എൻഡ്, കരട എല്ലാം ഉണ്ട്. ഏതൊക്കെ വണ്ടികൾക്കാണ്? ഏഴ്സ്, ദോസ്ത്, സൂപ്രൈസ്. കാറുകൾക്ക് ഇന്നോവ, ടവേരയ്ക്ക് ജോയിന്റ് മാത്രം. മറ്റേ വണ്ടികൾക്കൊക്കെ ഉണ്ട്. പിന്നെ ഫിയറ്റ് ഉണ്ട്. പഴയ മോഡൽ അതിപ്പോ ചിലവരുടെ അടുത്തുണ്ട്. പിന്നെ അംബാസഡർ ഉണ്ട്. അംബാസഡർ ചിലരുടെ അടുത്തുണ്ട്. ഇപ്പൊ യൂസ് ചെയ്യണം. ജീപ്പുണ്ട്. ഇപ്പൊ ഇറങ്ങുന്ന പുതിയ വണ്ടിക്ക് സ്പിൻഡല് ജോയിന്റ് മാത്രമേ ഉള്ളൂ. ചില വണ്ടിക്ക് സെറ്റിനുണ്ട്. മോഹനേട്ടന്റെ ഹെൽപ്പറാണ്. നിങ്ങൾ പേരെന്താ? ബായിയാണ്. അതൊക്കെ അറിയുന്നതൊക്കെ വളരെ നല്ലതാണ്, വണ്ടി കംപ്ലൈന്റ് ആവാതിരിക്കാൻ വേണ്ടി. വലിയൊരു ഇൻഫർമേഷൻ ആണ് മോഹനേട്ടൻ ഷെയർ ചെയ്തത്.